മൈഥിലിക്ക് ഈ ഒരു മാസം കഴിഞ്ഞാൽ പിന്നെ ലീവ് കിട്ടാൻ ബുദ്ധിമുട്ടാ. അതിനു മുമ്പ് കുഞ്ഞിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടായില്ലെങ്കിൽ എന്താ ചെയ്യ? അവളുടെ നില അതിനു മുമ്പ് ശരിയായേ പറ്റൂ. ഇനി അഥവാ അങ്ങനെ ഒരു കണ്ടീഷൻ ആയില്ലെങ്കിൽ മൈഥിലി ലീവ് നീട്ടും. അപ്പോഴും ഇതിനൊരു ഉത്തരവില്ലെന്നാണോ? കാര്യങ്ങൾ നമ്മുടെ കൈവിട്ട അമ്പികെ. ഇനി മറ്റു മാർഗങ്ങൾ എന്തെങ്കിലും നോക്കേണ്ടി വരും. എന്ത് മാർഗം? നിയമപരമായ മാർഗം. കേസ് കൊടുക്കേണ്ടി വരും. എന്താ ഈ പറയുന്നേ? അവന്റെ പേരിൽ നമ്മൾ കേസ് കൊടുക്കാനോ? സ്വന്തം മകളോട് അവൻ അത്രയ്ക്ക് ക്രൂരതയാവാമെങ്കിൽ നമുക്കെന്തോടായിക്കൂടാ? എന്നാലും ആളുകൾ അറിയുമ്പോ കുടുംബത്തിന്റെ അന്തസ്സ് നോക്കി മടിച്ചു നിന്നാലേ ആ കുഞ്ഞിനെ ബലി കൊടുക്കേണ്ടി വരും. നമ്മുടെ മോൻ തെറ്റുകാരനാ എല്ലാ അർത്ഥത്തിലും. സ്വന്തം കുടുംബം വലിച്ചെറിഞ്ഞ് ആ കുടുംബത്തിന്റെ സന്തോഷം ഇല്ലാതെയാക്കി ഓരോരുത്തരെയും മനസ്സ് തല്ലി തകർത്തു. അതിനൊക്കെ അപ്പുറം എന്താ? കേസ് കൊടുക്കാൻ തീരുമാനിച്ചാൽ തന്നെ അതവനോട് മുൻകൂട്ടി പറയണ്ടേ? പേടിച്ചിട്ടെങ്കിലും ചിലപ്പോ. അവനെ പോലൊരു ബിസിനസ്സുകാരന് പേടിയോ? കയ്യിലുള്ള സമ്പത്ത് കൊണ്ട് എന്താ വാങ്ങി കൂട്ടാൻ പറ്റാത്തത്? എത്ര ഉദ്യോഗസ്ഥരെ വേണം? എത്ര വക്കീലന്മാരെ വേണം? അതുകൊണ്ട് മുൻകൂട്ടി ഒരു പറച്ചിലിന്റെ ആവശ്യമൊന്നുമില്ല. മോള് വരട്ടെ, അവളോടും കൂടി ഒന്ന് ആലോചിച്ചിട്ട് മതി. പറയുമ്പോ അവളെ തീർക്കും. കുടുംബത്തിന് അവള് കൊടുക്കുന്ന മാന്യത അതാ. ഇത്രയും നാളും കുടുംബത്തിനകത്തുള്ള വേലിക്കെട്ടിൽ നിന്നല്ലാതെ ഒരു വാക്ക് അവൾ സംസാരിച്ചിട്ടില്ല. ചതിയനാ അംബിക നമ്മുടെ മോൻ. അവനൊരു ചതിയനാ. ഈ പറഞ്ഞ മായാമഹേശ്വരിയായിട്ടുള്ള അവന്റെ ബന്ധം മാന്യത നിറഞ്ഞുള്ള പാർട്ട്ണർഷിപ്പ് മാത്രമാണെന്ന് നീ കരുതുന്നുണ്ടോ? പിന്നെ അല്ല. അത് വായിച്ചറിയാൻ എനിക്കധികം സമയമൊന്നും വേണ്ട. എന്തിനും തയ്യാറായ ഒരുത്തി, ആരെ കൊല്ലാനും മടിയില്ലാത്തൊരുത്തി, അവൻ ആ വലയിൽ പെട്ടുപോയി. ഉറപ്പാ. എന്റെ ഈശ്വര, അവന് നല്ല ബുദ്ധി തോന്നണേ. അവന് വേണ്ടി പ്രാർത്ഥിക്കണ്ട. ചിലപ്പോ ദൈവം പോലും നിന്നോട് പൊറുക്കില്ല. ഉയരങ്ങളിൽ നിന്നും ഉയരങ്ങളിലേക്ക് പോകുമ്പോ നമ്മുടെ അഭിമാനം ഉയരുന്നു നമ്മൾ വിശ്വസിച്ചു. പക്ഷെ ഇപ്പോ അവൻ ഓരോ പടി ഉയരുമ്പോഴും നമ്മുടെ അഭിമാനം ഇല്ലാതായിക്കൊണ്ടിരിക്കുക. എക്സ്ക്യൂസ് മീ മാം. മാം എന്താ വിളിച്ചത്? പറയാം. രഞ്ജിത്ത് ഇരിക്കും. രഞ്ജിത്ത്, അനാമികയുമായുള്ള രഞ്ജിത്തിന്റെ ബന്ധം സ്മൂത്ത് ആണല്ലോ അല്ലേ? സോറി മാം, ഒരിക്കൽ ഞാൻ ഈ സംസാരം വിലക്കിയതാ. നിങ്ങളുടെ കുടുംബകാര്യങ്ങളിൽ ഇടപെടാനുള്ള എന്റെ ഇഷ്ടം കൊണ്ടൊന്നുമല്ല. നിങ്ങളുടെ കുടുംബം എന്നെ ബാധിക്കുന്നെങ്കിൽ ഞാനത് ചോദിക്കണമല്ലോ. എന്റെ കുടുംബം മാമിന്റെ ജീവിതത്തെ ബാധിക്കുന്നു? അതെങ്ങനെ? അനാമിക ഒരു വിജിലൻസ് ബുദ്ധി കാണിക്കുന്നുണ്ട് എന്റെ കാര്യത്തില്. എന്നെ അറിയാവുന്നവരോട് എന്നെക്കുറിച്ച് ചോദിക്കുക, കിട്ടുന്ന വിവരങ്ങൾ ഡോക്ടർ മൈഥിലിക്ക് ഷെയർ ചെയ്യുക. ഡോക്ടർ മൈഥിലിക്ക് താല്പര്യമില്ലെങ്കിൽ പോലും എന്നോട് പ്രതികാരത്തിന് നിർബന്ധിതയാക്കുക. അങ്ങനെയൊന്നും വ്യാഖ്യാനിക്കണ്ട മാഡം. ഡോക്ടർ മൈഥിലിയും അനാമികയും സുഹൃത്തുക്കളാ. ഒരു സുഹൃത്തിനൊരു ആവശ്യം ഉണ്ടാവുമ്പോ ചെറിയ സഹായങ്ങൾ എല്ലാരും ചെയ്യുമല്ലോ. രഞ്ജിത്ത്, നിങ്ങൾ എന്റെ സ്റ്റാഫായിരിക്കെ നിങ്ങളുടെ ഭാര്യ എനിക്കെതിരെ ചാരപ്രവർത്തനം നടത്തുകയെന്ന് പറഞ്ഞാൽ അതിന്റെ ധാർമ്മികത എന്താ? എനിക്കിതൊന്നും വിലക്കാൻ അറിയാഞ്ഞിട്ടല്ല. എന്നെ അന്വേഷിച്ചിറങ്ങുന്ന ഒരാൾക്ക് മുമ്പിൽ ഏത് രൂപത്തിൽ പ്രത്യക്ഷപ്പെടാനുള്ള ശക്തിയും എനിക്കുണ്ട്. പക്ഷേ ഞാൻ അതിന് തീരുമാനിച്ചിറങ്ങി തിരിച്ചാൽ രഞ്ജിത്തിന് അനാമികയെക്കുറിച്ച് ഓർക്കാൻ ചിലപ്പോൾ നല്ല ഓർമ്മകളൊന്നും ബാക്കിയുണ്ടാവില്ല. ഞാൻ മാമിന്റെ സ്റ്റാഫ് ആയതുകൊണ്ട് എത്ര നന്നായിട്ടാ മാം എന്നെ വിളിച്ചിരുത്തി ഭീഷണിപ്പെടുത്തുന്നത്. ഇങ്ങനെയൊക്കെ നോക്കി ആർക്കെങ്കിലും ജീവിക്കാൻ പറ്റുമോ മാം? മാഡത്തിന് എത്ര ശത്രുക്കളുണ്ട്? അവരെല്ലാം മാഡത്തിനെ ഇല്ലാതാക്കാനായിട്ട് റോഡിൽ നിൽക്കുന്നെന്ന് കരുതി മാം ഇറങ്ങാതിരിക്കോ? ജീവിതമല്ലേ മാം, മിത്രങ്ങളെപ്പോലെ ശത്രുക്കളും ഉണ്ടാവും. എനിക്കത് ഈസി ആയിട്ട് ഉൾക്കൊള്ളാനും പറ്റും. അതിന്റെ അർത്ഥം അനാമിക ചെയ്യുന്ന കാര്യങ്ങൾക്ക് രഞ്ജിത്തിന്റെ പിന്തുണയുണ്ടെന്നല്ലേ? അങ്ങനെയാണെങ്കിൽ എന്നെക്കുറിച്ചുള്ള വിവരങ്ങള് ഇവിടുന്ന് തന്നെയാണല്ലോ ചോർന്നു പോകുന്നത്. ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല മാം. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനോട് എനിക്ക് കൂറുണ്ട്. പിന്നെ
അനാമികയുടെ വ്യക്തിപരമായ കാര്യങ്ങൾ എനിക്ക് പൂർണ്ണമായി ഇല്ലാതാക്കാനും പറ്റില്ല. ഐ എം സോറി. രഞ്ജിത്ത്, തനിക്കെന്നല്ല, ഈ ഓഫീസിലിരിക്കുന്ന ആർക്കും മായാ മഹേശ്വരി എന്ന എന്നെ കൃത്യമായി അറിഞ്ഞൂടാ. ഇനിയൊരിക്കൽ രഞ്ജിത്തിന്റെ ഭാര്യ ഇങ്ങനെയുള്ള കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുകയോ അവളെ രഞ്ജിത്ത് എന്റെ മുമ്പിൽ ന്യായീകരിക്കുകയോ ചെയ്താൽ പിന്നെ ഒരു പറച്ചിലുണ്ടാവില്ല, പ്രവൃത്തിയേ ഉണ്ടാവും. അതുകൊണ്ട് ഭാര്യയോടൊന്ന് അടങ്ങി ഒതുങ്ങി കഴിയാൻ ഉപദേശിക്ക. പണ്ട് പാടത്ത് നിൽക്കുന്ന കൂലിക്കാരനെ വരമ്പത്ത് നിൽക്കുന്ന ജന്മിയില്ലേ, എന്ത് ചീത്തയും വിളിക്കും. അത് ആ കാലത്തിന്റെ പ്രത്യേകതയാണ്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയിട്ടും മാഡത്തിന്റെ മനസ്സിൽ ആ പഴയ ജന്മിത്വം അങ്ങനെ തന്നെ നിൽക്കുക. മാഡം ഇപ്പോഴും വരമ്പത്ത് കയറി നിൽക്കുക. പക്ഷേ ഞാൻ ആ പഴയ പാടത്തല്ല. ഓക്കെ മാഡം? അരുൺ പോയില്ലായിരുന്നോ? ലീവ് എഴുതി കൊടുത്തിട്ട് പോവായിരുന്നല്ലോ. ഞാൻ ലീവ് എടുക്കുന്നില്ല, ഡ്യൂട്ടി കയറുക. ഞാൻ സമ്മതിക്കില്ല. ഇങ്ങനെ ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരാള്, എപ്പോഴെങ്കിലും തോന്നിയ സമയത്ത് സ്വന്തം ഇഷ്ടത്തിന് മാത്രം ജോലി ചെയ്യുന്ന ഒരാള്, ഐ വോണ്ട് അലൗ ദാറ്റ്. മാം എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? എങ്ങനെ? മാം, സ്നേഹയ്ക്ക് അസുഖമൊന്നും ഉണ്ടായിരുന്നില്ല. മാം ചിന്തിച്ചു തന്നെ ശരി. എനിക്കും സ്നേഹയ്ക്ക് കൂടെ ഒരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു. അവിടെ നിന്ന് തിരിച്ചു വന്നപ്പോൾ അല്പം വൈകിപ്പോയി. അത് ഇൻഫോം ചെയ്യാണ്ടിരുന്ന എൻ്റെ തെറ്റ്. പക്ഷേ അതിനൊരു മുൻപരിചയം പോലും ഇല്ലാണ്ട് എന്നോട് പെരുമാറാന്ന് പറഞ്ഞ. ഇവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ ഡോക്ടേഴ്സിനും ഫാമിലി ഉണ്ട് അരുൺ. അവരിൽ പലരും പുതുതായി കല്യാണം കഴിച്ചു വരുവാ. അവരാരും ഇങ്ങനെ ഒരു എക്സ്ക്യൂസ് പറയാറില്ലല്ലോ. ആക്ച്വലി മാമിന്റെ പ്രശ്നം എന്താ? മാമിന്റെ ചുറ്റുള്ളവരാരും സ്വന്തം കുടുംബത്തെ സ്നേഹിക്കാൻ പാടില്ലെന്നുണ്ടോ? അവരുമായിട്ട് ഒന്നിച്ച് യാത്ര ചെയ്യാൻ പാടില്ലെന്നുണ്ടോ? മാമിന് നഷ്ടപ്പെട്ടതും മറ്റുള്ളവർക്ക് കിട്ടുമ്പോഴുള്ള ഒരുതരം. Shut up. ഇത്രയും കാലം കൂടി നിന്നിട്ട് ഹോസ്പിറ്റൽ ഡ്യൂട്ടിയെ കുറിച്ച് താൻ ഇതൊക്കെയാണ് പഠിച്ചതെങ്കിൽ തന്നോട് എനിക്കിനി ഒന്നും സംസാരിക്കാനില്ല. എന്താ പറഞ്ഞ? എനിക്ക് കിട്ടാതെ പോകുന്ന സൗഭാഗ്യങ്ങള് നിങ്ങൾക്ക് കിട്ടുമ്പോഴുള്ള അസൂയ അല്ലേ? അല്പം കൂടി മാന്യത നിങ്ങളെപ്പോലുള്ള ആളുകളിൽ നിന്ന് എനിക്ക് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് എന്റെ തെറ്റ്. ഞാൻ പറയണമെന്ന് കരുതി പറഞ്ഞല്ല, മാമിനെ കൂടെ പറയിപ്പിച്ചതാ. ഞാൻ അല്പം വൈകിപ്പോയെന്ന് കരുതി ഇവിടെ ആകാശം ഇടിഞ്ഞു വീഴൊന്നുമില്ലല്ലോ. അരുൺ, വിട്. മാമിനോട് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത്? അല്ല സ്നേഹ. അരുൺ നിക്ക്. മാമിന്റെ മനസ്സിൽ അരുണിന്റെ സ്ഥാനം എന്താന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഏതവസ്ഥയിലായാലും അരുൺ മാമിനോട് ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല. അരുൺ സോറി പറയാൻ. സ്നേഹിക്ക് ക്യാബിനിൽ എന്താ കാര്യം? ഭർത്താവ് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഭാര്യ വരുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അയാളുടെ ഒഫീഷ്യൽ കാര്യങ്ങളിൽ ഭാര്യ അഭിപ്രായം പറയരുത്. പ്രത്യേകിച്ച് അരുണിനോട് മറുപടി പറയാൻ എനിക്ക് ശേഷിയുള്ളപ്പോ. സോറി മാം, ഞാൻ നിങ്ങൾ തമ്മിലുള്ള ബന്ധം അറിയാവുന്നതുകൊണ്ട്. എന്ത് ബന്ധം? ഒന്ന് പൊട്ടിത്തെറിക്കുമ്പോ അവജ്ഞയോടെയും അവഗണനയോടെയും സംസാരിക്കുന്നത് ബന്ധത്തിന്റെ അടയാളമല്ല. ഇത്രയും നാൾ കാണിച്ചതൊക്കെ വെറും അഭിനയാണെന്നുള്ള എന്റെ സൂചന അത്. അതെ, ഞാൻ ഇത്രയും നാൾ അഭിനയിക്കുകയായിരുന്നു. ഞാൻ കാണിച്ചതും പറഞ്ഞതും എല്ലാം കള്ളത്തരമാണ്. എനിക്ക് എന്തായാലും മാമിന്റെ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. ഞാൻ ലീവ് എഴുതി കൊടുക്കാൻ പോവാ. സ്നേഹ വാ. അരുൺ, അതിനോട് വരാനല്ലേ പറഞ്ഞത്? ഇങ്ങോട്ട് വരാൻ. എന്തു പറ്റി? രണ്ടുപേരും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ല അച്ഛാ. പിന്നെ ഹോസ്പിറ്റലിൽ എന്തോ ഒരു കാര്യം മൈഥിലി മാം അരുണിനോട് പറഞ്ഞിരുന്നു. അരുണത് മറന്നുപോയതാന്ന് തോന്നുന്നു. പറഞ്ഞിട്ട് മാമിനിത് മനസ്സിലായില്ല. മാം കുറെ വയലന്റ് ആയി. അതെന്തു പറ്റി അരുൺ? സാധാരണ ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊന്നും തന്റെ ഭാഗത്തുനിന്ന് വീഴ്ച വരാത്തതാണല്ലോ. അത്ര വലിയ കാര്യമൊന്നും ഇല്ല അങ്കിൾ. മാമിന് വേണമെങ്കിൽ ക്ഷമിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. വെറുതെ വീണ്ടും വീണ്ടും ഓരോന്ന് പറഞ്ഞ്. ഹോസ്പിറ്റലിലെയും രോഗികളുടെയും കാര്യത്തില് മൈഥിലി അങ്ങനെ തന്നെയല്ലേ? അത് കാര്യമാക്കണ്ട. എനിക്കെന്തോ വല്ലാതെ തോന്നി.
പെട്ടെന്ന് എന്തോ ദൂരത്തുള്ള ആരോട് സംസാരിക്കുന്ന പോലെ മാം എന്നോട് സംസാരിച്ചു. ഇതിങ്ങനെ ആദ്യമായിട്ടാ. ഒരു കാര്യം പറയാച്ചാ, അരുൺ പരിധി വിട്ട് ഒരു വാക്കുപോലെ സംസാരിച്ചില്ല. എല്ലാം കേട്ടു നിൽക്കാനാ ശ്രമിച്ചേ. പക്ഷേ മാമിന്റെ ഭാഗത്തുനിന്ന് നീ ഇനി അക്കാര്യം പറയാൻ നിൽക്കണ്ട. അവര് തമ്മിലുള്ള പ്രശ്നങ്ങൾ അവര് തന്നെ പരിഹരിച്ചോളും. സ്നേഹ വെറുതെ കുറ്റം പറയണ്ടങ്ങൾ. എന്തിനാ ഞാൻ വെറുതെ കഷ്ടപ്പെടുന്നതെന്ന് പെട്ടെന്ന് ചിന്തിച്ചുപോയി. എന്റെ പ്രയത്നത്തിന് ഒരു വിലയില്ല. മൈഥിലിയുടെ അവസ്ഥ കൂടി നോക്കണ്ടേ അരുൺ? എത്രയേറെ ടെൻഷനില്ല അവരിപ്പോ. ഇതുവരെ എല്ലാം ഞാൻ നോക്കിയിരുന്നു, എല്ലാം പരിഗണിച്ചിരുന്നു. എനിക്കും ഉണ്ടാവില്ലേ നിസ്സാര ചില കാര്യങ്ങള്. അത് മറ്റുള്ളവരും പരിഗണിക്കണ്ടേ? അരുൺ, വീണ്ടും വീണ്ടും അത് പറയണ്ട. അച്ഛൻ പറഞ്ഞ പോലെ മാമിന്റെ മാനസിക പ്രശ്നങ്ങള് നമ്മൾ കണ്ടില്ലെന്ന് നടിക്കുന്നത് ശരിയല്ല. വിട്ടുകള. വേണമെങ്കിൽ കുറച്ചു കഴിഞ്ഞിട്ട് മാമിനെ അങ്ങോട്ട് വിളിക്ക്. ഞാൻ വിളിക്കുന്നില്ല. എന്റെ ജീവിതത്തിൽ പല സൗഹൃദങ്ങളും തകർന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അതൊന്നും വലിയ വലിയ പ്രശ്നങ്ങളുടെ പേരിലല്ല, നിസ്സാരമായ ഈഗോയുടെ പേരില. മൈഥിലി അരുൺ ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പോഴത്തെ ഒരു വാശിക്ക് അകലമുണ്ടാക്കാൻ നിൽക്കണ്ട. കുറച്ചു കഴിയുമ്പോൾ താൻ തന്നെ വിഷമിക്കും. ഞാൻ ഒരുപാട് പേരെ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എനിക്ക് തനിച്ചു നിൽക്കാൻ അറിയില്ല എന്നല്ല. മോളെ, ഈ പ്രശ്നത്തിന്റെ പേരിൽ നിന്റെ ഭാഗത്തുനിന്ന് ഒരു സംസാരവും ഉണ്ടാവരുത്. ഇല്ലച്ചാ, ഞാൻ രണ്ടുപേരെ സമാധാനിപ്പിക്കാനാ ശ്രമിച്ചത്. ഇപ്പൊ ഒരു ദേഷ്യം തോന്നിയാലും അവർക്കതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഒരു ചേച്ചിക്ക് അനീനെ എത്ര നേരം മിണ്ടാതിരിക്കാൻ പറ്റും? ഞാനെന്തായാലും ഒന്ന് അരുണിന്റെ അടുത്തേക്ക് പോവാ. മൈഥിലി, യാമിമോളുടെ അവസ്ഥ ഒട്ടും പ്രവചിക്കാവുന്ന ഒന്നല്ല. ചില നേരത്ത് അവള് വയലന്റ് ആവും, ചില നേരത്ത് അവള് പൊട്ടിക്കരയും. കൂടുതൽ സമയവും വിദൂരതയിലേക്ക് നോക്കിയുള്ള ഇരിപ്പ് തന്നെയാ. തന്നോട് കുഴപ്പം വല്ലതും? അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പലപ്പോഴും എന്നെ കാണുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കാവും. യദുവിനെ കെട്ടിപ്പിടിച്ച് കുറെ നേരം കരഞ്ഞു. പക്ഷെ അതിൽ നിന്ന് മാറാനും കുറെ നേരം വേണ്ടി വന്നു. റിലാക്സ് മൈഥിലി, നമുക്കത് മാറ്റാം. ഞാൻ പറഞ്ഞല്ലോ, ഒരു കനത്ത ഷോക്ക് അത് തന്നെയാണ് കാരണം. അത് ആ കുട്ടിയുടെ മനസ്സിലുണ്ട്. മേ ബി അത് പുറത്തു പറയാൻ ആ കുട്ടി വല്ലാതെ മടിക്കുന്നു. ഭാനു, സാരംഗിന്റെ അച്ഛനമ്മമാര് അവരെന്നും എന്റെ കൂടെ നിന്നിട്ടുള്ളത്. അവര് ചോദിക്കാവുന്ന രീതിയിലൊക്കെ ചോദിച്ചു, പക്ഷെ മറുപടിയില്ല. കൂടെ കൊണ്ടുപോയ മായാ മഹേശ്വരിയോട് യാമിമോൾ അകന്നു. അച്ഛനോട് പൂർണ്ണമായും എതിരായി. ഇനി നമ്മൾ എത്തേണ്ടത് ആ ഒരു പോയിന്റിലാണ്. ദ പാസ്റ്റ്, വാട്ട് ഹാപ്പൻഡ് ദേർ. ഞാനൊരു കാര്യം പറയട്ടെ. ഇനി മൈഥിലിയുടെ മുമ്പിലുള്ളത് നിയമപരമായ സഹായം തേടുക എന്നുള്ളതാണ്. കേസ് കൊടുക്കാനോ? പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചാൽ ഒരു ആൻസർ കിട്ടാൻ അതേ ഉള്ളൂ മാർഗം. അത് എത്രയും പെട്ടെന്ന് ചെയ്താൽ അത്രയും നല്ലത്. പലപ്പോഴും മോളുടെ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ നിയമപരമായ വഴിയെക്കുറിച്ച് ഞാൻ സാരംഗിനോട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും സീരിയസ് ആയിട്ട് ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി ചിന്തിക്കണം. ഒരു സൈക്കാട്രിക് പേഷ്യന്റിനെ സംബന്ധിച്ച് ഔഷധങ്ങളല്ല ഗുണം ചെയ്യുന്നത്. മനസ്സിന്റെ മാറിയ താളം വീണ്ടെടുക്കുന്നതിന് ഏത് വഴിയിലൂടെ സഞ്ചരിക്കണം എന്ന് ചിന്തിക്കുമ്പോഴാ ഞാനിപ്പോ പറഞ്ഞ നിയമപരമായ സഹായം മകൾക്ക് ചെയ്യുന്ന മരുന്നായിട്ടാ മൈഥിലി കാണേണ്ടത്. എനിക്ക് മനസ്സിലായി. സാരംഗിന്റെ അച്ഛനോടും അമ്മയോടും എനിക്കിതൊന്ന് ഡിസ്കസ് ചെയ്യണം. എനിക്കറിയില്ല, സ്വന്തം മകന് നേരെ ഒരു പോലീസ് കേസ് എന്ന് പറയുമ്പോ അച്ഛനമ്മമാര് അത് സമ്മതിച്ചു തരുമോന്ന്. പക്ഷേ മൈഥിലി ഈ കാര്യത്തിൽ പിന്മാറാൻ പാടില്ല. പിന്മാറിയിട്ട് കാര്യമില്ല. കുടുംബം തകർന്നു തുടങ്ങിയപ്പോ അടുത്തറിയുന്നവരത് അറിയാതിരിക്കാൻ ഞാൻ മാക്സിമം ശ്രമിച്ചു, എന്നെ കൊണ്ട് പറ്റാവുന്നതിന്റെ പരമാവധി. പക്ഷെ അതവിടെ നിന്നില്ല. മായാമഹേശ്വരിയുടെ വരവോടെ
ഞങ്ങളുടെ കുടുംബ വഴക്കുകൾ ഓഫീസിൽ നിത്യചർച്ചയായി. പറ്റാവുന്നിടത്തൊക്കെ മായാമഹേശ്വരി അത് പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇനിയിപ്പോ ഒരു കേസ്. ഈ സോഷ്യൽ മീഡിയക്കൊക്കെ ആഘോഷിക്കാൻ പറ്റിയ ഒന്ന് അല്ലേ? അതൊക്കെ ശ്രദ്ധിക്കാൻ നിന്നാൽ നമുക്ക് നമ്മുടെ കാര്യവുമായി മുന്നോട്ട് പോകാൻ പറ്റില്ല. സോ ലീവ് ഇറ്റ്. ചുറ്റും നിൽക്കുന്നവർ എന്തു വേണമെങ്കിലും പറഞ്ഞോട്ടെ. നമുക്ക് യാമിമോളുടെ കണ്ടീഷൻ മാത്രമാണ് പ്രശ്നം. അച്ഛനമ്മയോട് സംസാരിച്ചിട്ട് ഞാൻ ഭാനുവിനെ വിളിക്കാം. എനിക്കെന്റെ മോളുടെ മാനസിക നില നേരാവണം. അവൾ എന്നെ സ്നേഹത്തോടെ അമ്മയെന്ന് വിളിക്കുന്നതെന്ന് കേൾക്കണം. എന്റെ മോനെയും മോളെയും എനിക്ക് ഒരു കുറവുമില്ലാതെ വളർത്തണം. പ്ലീസ്. ചിലപ്പോ കുറച്ചു ദിവസങ്ങൾ ഇങ്ങനെ തന്നെയും വേദനിപ്പിച്ചുകൊണ്ട് കടന്നു പോവും. അത് കഴിഞ്ഞാൽ നമുക്കൊരു ബെറ്റർ റിസൾട്ട് പ്രതീക്ഷിക്കാം. ഡോണ്ട് വറി. ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്.